നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗൗരി ഡയറി എഴുതിയിരുന്നുവെന്നും അവളത് സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്നും എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഗൗതമി ഇവിടെ വന്ന് ഗൗരിയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ഇങ്ങനെയൊരു സാധനം അതിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഗംഗ എങ്ങനെ ഇതേക്കുറിച്ച് അറിഞ്ഞേ? അറിയില്ല. മഹേട്ടൻ പറഞ്ഞതായിരിക്കും. അതോ ഗൗരിയുടെ പ്രേതം പറഞ്ഞു കൊടുത്തതായിരിക്കോ? മണ്ടത്തരം പറയാതമ്മേ. പ്രേതം പറയുന്നൊന്നും കേൾക്കാനോ പ്രേതത്തിനെ കാണാനോ പറ്റില്ല. അതൊരു എനർജി മാത്രമാ. എന്ത് കുന്താണെങ്കിലും അടി കിട്ടുമ്പോ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ആ ഡയറിയില് നമുക്ക് പ്രശ്നമാവുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മഹിക്കെതിരെ കേസ് കൊടുത്തപ്പോ അവരത് ഉപയോഗിക്കില്ലായിരുന്നോ? അതിനകത്ത് ഗൗരി എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൽ തെളിവൊന്നുമില്ലെങ്കിൽ ഗംഗ ഇപ്പൊ പാതിരാത്രി അവരുടെ വീട്ടിൽ കയറി അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. മഹേട്ടിനെതിരെ അവര് കേസ് കൊടുത്തപ്പോ ഡയറി വായിച്ചിട്ടില്ലായിരുന്നെങ്കിലോ? അതിന് സാധ്യതയുണ്ട്. സ്വന്തം മകൾ എഴുതിയതല്ലേ. ആദ്യ ഭാഗങ്ങൾ വായിച്ചപ്പോഴേ സങ്കടം വന്ന് അടച്ചു വെച്ചു പോയെങ്കിൽ അവരത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ അതിന് പ്രാധാന്യം കൊടുക്കില്ലല്ലോ. അതെ, എന്തായാലും ആ ഡയറിയും മൊബൈൽ ഫോണും ഗംഗയുടെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടണം. ആ സാധനങ്ങളൊന്നും ഇപ്പൊ ഈ വീട്ടില് എങ്ങും ഇല്ലെന്ന് ഉറപ്പാ ആന്റി. ആ ഗംഗ അത് എങ്ങോട്ടും എടുത്തു മാറ്റി. അവളത് എവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെച്ചതാണെങ്കിൽ സൂക്ഷിക്കണം. അവസരം കിട്ടുമ്പോ അതിലെ തെളിവുകൾ വെച്ച് അവള് നമ്മളെ പൂട്ടും. അതിലങ്ങനെ എന്തെങ്കിലും ഗൗരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അകത്താവുന്നത് നാത്തൂനായിരിക്കും. അതെ, ഗംഗ അതൊരിക്കലും പോലീസിൽ ഏൽപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഇക്കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം. ഗംഗയെ ഇല്ലാതാക്കുന്നതാണ് എളുപ്പം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവള് തെളിവ് കൊടുക്കുന്നോ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നോ ഒന്നും ഭയക്കണ്ട. അതാ നല്ലത്. ഒരു പഴുതുമില്ലാതെ ഗംഗയെ അവസാനിപ്പിക്കണം. അതിനുള്ള ഐഡിയൊക്കെ ഞാനുണ്ടാക്കാം. രാഹുൽ അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് സംഭവം നടത്തി തന്നാ മതി. അത് ഞാൻ ചെയ്യാം. ഇത് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ലേ? നമ്മളല്ലാതെ ആരാ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? ഇപ്രാവശ്യം അവള് രക്ഷപ്പെടരുത്. പഴുതടച്ച പ്ലാൻ വേണം. നാളെ രാവിലെ വരെ എല്ലാവരും ഒന്ന് ക്ഷമിക്ക്. ഞാനൊരു പ്ലാൻ റെഡിയാക്കി പറയാം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.